അഭിഷേകത്തിനും ശാക്തീകരണത്തിനും ഏറ്റവും സുപ്രധാനമായ ഒരു വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഉടമ്പടി എടുത്തവർക്കും അത് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 2 തിമോത്തി 2:1 അതാണ് ഫസ്റ്റ് വചനം. 2 തിമോത്തി 2:1 ഒരുമിച്ച് വായിക്കണം, പ്രാർത്ഥിക്കണം. 2 തിമോത്തി 2:1 എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. അപ്പം ആത്മീയ ബലത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മളെപ്പോഴാണ് ശക്തി സ്വീകരിക്കുന്നത്? നമ്മൾ ബലഹീനമാകുമ്പോഴാണ്, അല്ലേ? പല സാഹചര്യങ്ങളും, രോഗം, വ്യഥകൾ, ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, വിശ്വാസ തകർച്ചകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ബേസിക്കായിട്ട് എന്താണ് നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ബേസിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ശക്തി ചോർന്നു പോകും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഫില്ല് ചെയ്യണത്? അത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഹൗ ടു റീഫിൽ ദ പവർ ഓഫ് ഗ്രേസ്. എങ്ങനെയാണ് വീണ്ടും നമ്മൾ ശക്തി, അതാണ് ആദിമസഭയ്ക്ക് പൗലോസപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം. എന്താണ്? പ്രിയമകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവിൻ. പറഞ്ഞേ, പ്രിയമകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവിൻ. അപ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? നമ്മളെ കൃപ ഇപ്പം ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെൻ്റെ പ്രഖ്യാപിതമായ ഇതാണ്, പ്രഖ്യാപിതമായ ഫോർമുലയാണത്. എന്താണ്? നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ കൃപ കിട്ടുമോ? കിട്ടത്തില്ല. അതാണ് അവിടെയാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ ശരി, നമുക്ക് നിവർത്തിയില്ല, എന്നാൽ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല എന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്നാണ് ആൾക്കാർ വിചാരിക്കും. ഇനി നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല. ഇനി ദൈവം എന്തെങ്കിലും ചെയ്യണം. ദൈവം എന്തെങ്കിലും വെറുതെ ചെയ്യത്തില്ല, ഓട്ടോമാറ്റിക് അല്ലത് സംഭവം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല, അതൊരു മാനുവൽ ആക്ഷനാണ്. അതാണ് വിഷയം. ഇറ്റ്സ് എ വെരി സീരിയസ് സബ്ജക്റ്റ്. ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ കയറി പിടിക്കും, അങ്ങനെ പിടിക്കത്തില്ലേ? അതായത് നമ്മൾ സ്വാഭാവിക ഇൻവെർട്ടറൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ്? കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടർ കയറി പിടിക്കും. അങ്ങനെ നമ്മൾക്ക് കറണ്ട് പോയാൽ, യോഗ്യത പോയാൽ ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. മനസ്സിലായില്ല? കാര്യം മനസ്സിലായ? യോഗ്യത പോയതെന്ന് പറഞ്ഞ് ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. അത് മാനുവൽ ഓപ്പറേഷനാണ്. ഈ മാനുവൽ ഓപ്പറേഷൻസ് ഒത്തിരി, ഇതിൻ്റെ ഉടമ്പടി ഇത്രയും വെടിക്കെട്ട് പോലെ നിൽക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൃപയുടെ മാനുവൽ ഓപ്പറേഷൻസ് ഭയങ്കരമാണ്. സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ അമ്മയുടെ ഈശോൻ്റെ നടക്ക് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് സത്യമേ പറയത്തുള്ളൂ, സത്യം. അല്ലാതെ തന്നെ ഞാൻ തമാശയൊക്കെ എൻ്റെ കൊളീഗ്സിനോടൊക്കെ തമാശയൊക്കെ പറയും. അത് തമാശ ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, അല്ല സീരിയസ് കാര്യങ്ങൾ തമാശയായിട്ട് പറയത്തില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഇത് ഇപ്പോൾ ഈ നിങ്ങളുടെ പച്ചത്തിരി, ഉടമ്പടി, നീലത്തിരി, ഇതൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ചെഴുതിയല്ല ഇത്. സത്യമായിട്ട് ഞാൻ ഈ അമ്മയുടെ ഈശോയുടെ നടക്ക് നിൽക്കുകയല്ലേ. ഉടമ്പടിയെക്കുറിച്ച് എഴുതാനിരുന്നപ്പോൾ വന്ന എല്ലാ വിഷയങ്ങളുമാണിത്.
ഉടമ്പടി തൈലം. ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനൊരു സംഭവത്തെക്കുറിച്ച്. എഴുതിയപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആയി വരുന്നതാണ്. എന്നുവെച്ചാൽ ദൈവികമായി എഴുത്തെന്ന് പറയണത് നമ്മൾ വേറെ ലോകമാണത്. ശരിക്കും അത് സാഹിത്യ സൃഷ്ടി പോലല്ല. അത് സാഹിത്യ സൃഷ്ടി നമ്മൾ ആദ്യം സങ്കല്പിക്കത്തില്ലേ, സങ്കല്പത്തിൽ നിന്നല്ല വരുന്നത്. ഇതങ്ങനെയല്ല വരുന്നത്, ഇത് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത്. സോഴ്സ് വ്യത്യാസമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഇപ്പോൾ ഉടമ്പടി നിബന്ധനയും അതുപോലെ തന്നെ നിയോഗവും സത്യം ഈശോയ്ക്കറിയാം, എനിക്കും അറിയാം. എന്താണ് അങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നെന്ന്. ഉടമ്പടിക്ക് നിയോഗമുണ്ട്, നിബന്ധന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് എഴുതി വിട്ട് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഞാൻ ദൈവമേ ഇതൊക്കെ വല്ല ബൈബിളിക്ക് റെഫറൻസ് ഉണ്ടോ? കാര്യം സഭയിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിലും 3 റെഫറൻസ് ഉണ്ടാകണം. അല്ലാതെ വായി തോന്നുന്ന പോലെ ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. സഭയിൽ എന്ത് പറയണമെങ്കിലും 3 റെഫറൻസ് ഉണ്ടാകണം. ഒന്ന് സഭയുടെ ഒന്ന് വചനത്തിന് അതിൻ്റെ അകത്ത് വേരുണ്ടാകണം, ബേസ്മെൻ്റ് ഉണ്ടാകണം, അടിത്തറ ഉണ്ടാകണം. ദൈവവചനത്തിലില്ലാത്ത ഒന്നും സഭയ്ക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല. രണ്ടാമത് സഭയുടെ 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ആ 2000 ഇപ്പം എന്താ ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പ അക്കാലെ വെനഗിക്കോടിലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇത്രയും വാഴ്ത്തപ്പെട്ടത്? വളരെ നിശബ്ദനായി അവിടെ ജോലി ചെയ്ത ഒരാളാണ്. ഇത്രയും വാഴ്ത്തപ്പെട്ടതിന് പക്ഷേ ഈ പഠനങ്ങളെക്കുറിച്ച് റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അത്രയും ആർക്കുമില്ല. സഭയുടെ 2000 വർഷത്തെ പഠനങ്ങളെക്കുറിച്ചുള്ള അത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് പൂരകമായിട്ട് നിൽക്കുകയല്ലേ, പരസ്പര വിരുദ്ധമല്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ വിഷയത്തിനും സഭയ്ക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ സഭയുടെ പഠനങ്ങളോട് യോജിച്ച് പോകണം. സഭയുടെ പഠനങ്ങൾ ഒറ്റയടിക്ക് ആർക്കെങ്കിലും എന്നെപ്പോലുള്ളവർക്ക് ഒറ്റയടിക്ക് കിട്ടുമോ? എത്രയോ വർഷത്തെ എൻ്റെ എക്സ്പേർട്സ് ഉണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കൺകറൻറ്റ് ചെയ്യാതെ നമുക്ക് ഇതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കൺകറൻസ് ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിരുന്നു. ഇപ്പം ഉടമ്പടിക്ക് നിയോഗം ഉണ്ടാകുക, നമ്മൾ അവിടെ വെക്കണത് എന്താണ്? നിയോഗമല്ലേ വെക്കണത്, അല്ലേ? പിന്നെന്താണ്? നിയോഗത്തിന് നിബന്ധന. ആ നിബന്ധനയെ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസ് നോക്കിയപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. ഉടമ്പടിയുടെ എല്ലാ ഫോർമാറ്റിലും നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ എളിമയോടെ ദൈവമേ, ഇത് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് പോലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നല്ലോ എന്ന് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് നമുക്ക് ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യേണ്ടി വരും. അതായത് വചനഗണിതത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് മുഴുവനും. കാര്യം എല്ലാം ഒന്നിനൊന്ന് പൂരകമായിട്ട്. അതുകൊണ്ട് തന്നെ പക്കയായിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്താൽ അതായത് A+B² എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് അംബിഗ്വേഷൻ, ഒരു ഹൈപ്പോത്തസിസ് അങ്ങനെ ഒന്നുമില്ല. ഇത് 2+2 4 വർക്ക് ചെയ്യും. എന്താ പറയണത്? പ്രിയ മകനെ, 2 തിമോത്തിയോ 2:1 എന്താ പറയണത്? പ്രിയ മകനെ പറഞ്ഞേ, പ്രിയ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവേൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് ധരിക്കേണ്ടത്, അല്ലേ? സ്വീകരിക്കേണ്ടത്. എന്താ കാര്യം? കൃപാവരം എന്ന് പറയുന്ന അത് വിഷയം ശക്തിയാണ്. അതുകൊണ്ടാണ് കൃപാവരം എന്ന് പറയുന്ന വിഷയം ശക്തിയാണ്. അതെപ്പോഴാണ് വരണത്? അത് ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ശക്തി വരണത്. ഇപ്പം നമുക്കൊരു ആകുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പം ഞാൻ പറയും ടാപ്പിംഗ് ടൈം, ലോഡിങ് ടൈം എന്ന് പറയും. ടാപ്പിംഗ് ടൈം, ലോഡിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, രോഗം കൊണ്ട് ബലഹീനമാകാം, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് ബലഹീനമാകാം, പിന്നെ ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം. ജോലി കിട്ടുമോ, വിസ സമയത്ത് വരുമോ, ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട്
ബലഹീനമാകാം. അപ്പോൾ ഇത് കിട്ടണ വരെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ടൈമാണ്, അല്ലെങ്കിൽ ലോഡിങ് ടൈം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും ടോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞുള്ള ഇറ്റ് ഈസ് ഓവർ. അതായത് എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ അത് നേടുന്നവരെ അതിനു വേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, ആശങ്കകൾ, വ്യഥകൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിങ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ യൂസ്ലെസ്സായിട്ട് കളയണത് ഇതാണ്. നിരാശപ്പെട്ട് കളയും. നിരാശപ്പെട്ടാണിത് കളയണത് പലപ്പോഴും. ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം, അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ റബ്ബറാണെങ്കിൽ അത് വെട്ടുകയാണ് ടാപ്പിംഗ് അല്ലേ? അല്ലെങ്കിൽ ചറം ഊറി അതിൻ്റെ ചിരട്ടയിലായിട്ട് ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണം ചിരട്ടയ്ക്ക് പകരം. ഞങ്ങളൊക്കെ സെമിനാരി പിടിക്കുമ്പോൾ ചിരട്ടയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം, പിന്നെ റെയിൻ ഗാർഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണലാക്കിയിട്ടുണ്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഊറി വരുന്ന സമയം, അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ 11 മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ്, ഞങ്ങളുടെ ഫ്രീ ടൈമാണ്. അപ്പോൾ കയറുമ്പോൾ ചിരട്ടയില്ലാതെ നോക്കും. അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ചിരട്ടുന്ന പാലെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സമയമാണ്. പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു 3/4 ചിരട്ടോളം വീഴും അതിൻ്റെ അത്. ആ 11 മണിയുള്ള ടൈമിനാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ ടാപ്പ് ചെയ്യേണ്ട സമയമല്ല, അത് ഊറി വീഴുന്ന സമയമാണ്. അത് ടാപ്പ് ചെയ്യേണ്ട സമയമല്ല, ഊറി വീഴുന്ന സമയം, പാൽ ഊറി വീഴുന്ന സമയം. ഈ പാൽ ഊറി വീഴുന്ന സമയം കൃപയ്ക്കുണ്ട്, ശരിക്കും ടാപ്പിംഗ് ടൈമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത്. പിടിയ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, രോഗം സുഖമാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക. ഈ ആശങ്കപ്പെടുന്ന ടൈം എന്ന് പറയണത് അത് ദൈവത്തിൻ്റെ ടൈമാണത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ സമയമാണ്. പലപ്പോഴും അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. പിടികിട്ടില്ലേ? ഈ ആശങ്ക ടൈമെല്ലാം. അതുകൊണ്ട് ഞാനെപ്പോഴും ചെയ്യേണ്ടത്, അതായത് സ്വന്തമായിട്ടൊരു പ്രെയർ ഇതുപോലെ ഡിഫിക്കൽട്ട് ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ, മാനുവൽ അല്ലത്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഉടനെ കർത്താവിൻ്റെ മാലാഖ് ചെല്ലും. കാര്യം എനിക്ക് അന്ന് അദ്ദേഹം അറിയാൻ പാടില്ലായിരുന്നു. കർത്താവിൻ്റെ മാലാഖ് ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ്. പിന്നെയാണ് സെമിനാരിലെത്തി അതിൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ദൈവമേ അനുഭവം ആണല്ലോ കയ്യിലിരുന്നതെന്ന്. അത്രയും ശക്തമാണ് ഈ കർത്താവിൻ്റെ മാലാഖ. നമ്മൾ അത് ത്രിസംഖ്യ ജപം എന്നൊക്കെ സന്ധ്യ ജപം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെല്ലണ ജപം അല്ല. അതിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര ശക്തമാണത്. കണ്ടൻറ്റ് വൈസ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു, പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ചു. അത് തന്നെയാണ് നമ്മൾ പിന്നീട് ജപമാലയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് സഭയിൽ. അതാണ് ജപമാലയായിട്ട് അത് ആദ്യം ഈ കർത്താവിൻ്റെ മാലാഖ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഈ 12ാം നൂറ്റാണ്ടായപ്പോൾ ജപമാലയായിട്ട് കൺവേർട്ട് ചെയ്തത്. അത് ഭയങ്കര പവർ. ഇപ്പോൾ ജപമാല തന്നെ പ്രകാശത്തിൻ്റെ ദിവരസ്യങ്ങളായിട്ട് പിന്നീട് അതിൻ്റെ റേഞ്ച് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം യുദ്ധായുധങ്ങളാണ്, ഇതെല്ലാം യുദ്ധായുധങ്ങൾ, വാർ വെപ്പൺസാണ് ഇതെല്ലാം. പക്ഷേ ആദ്യമുള്ളത് കർത്താവിൻ്റെ മാലാഖയായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് കർത്താവിൻ്റെ മാലാഖയാണ് ചെല്ലേണ്ടത്. ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ഹോംവർക്ക് ചെയ്യാത്തപ്പോഴും അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോഴും ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന സംഭവം കർത്താവിൻ്റെ മാലാഖയാണ്. കാരണം വീട്ടിലെ ജോലിയും ഹോംവർക്കും എല്ലാം കൂടി നടക്കത്തില്ലായിരുന്നു, അത്രയും പാടായിരുന്നു. അപ്പം നമ്മൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ചെല്ലണത് കർത്താവിൻ്റെ മാലാഖയാണ്. ഇത് എന്താ വെച്ചാൽ അന്ന് അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രെയർ ഉണ്ടാകണം നല്ലതാണ്. നിങ്ങൾക്ക് ചൊല്ലി അഭിഷേകമാകണ പ്രെയർ, മാനുവലാകാതെ അഭിഷേകമാകണ പ്രെയർ എന്ന് വെച്ചാൽ കാര്യം അത് ഈ അതായത് ടാപ്പിംഗ് ടൈമിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം ഉണ്ടായി.
എന്താ സംബന്ധിച്ചാൽ അത് ഭയങ്കര ഒരു എൻജിനീയറാണ്, സയൻറ്റിസ്റ്റാണ്, IT സയൻറ്റിസ്റ്റാണ്. കാര്യം ഞാൻ എവിടെയൊക്കെ പറഞ്ഞ അമേരിക്കൻ സെക്യൂരിറ്റി, ബാങ്ക് സെക്യൂരിറ്റിയുടെ, നമ്മുടെ ഈ ഗേറ്റിംഗ് നിൽക്കുന്ന സെക്യൂരിറ്റി അല്ല, ബാങ്ക് സെക്യൂരിറ്റി, ബാങ്കിൻ്റെ IT സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ എപ്പോഴും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ ഹാക്ക് ചെയ്യും, അങ്ങനെ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ഡിസ്മിസ്ഡ് ആയി അവിടെ നിന്ന്. ഡിസ്മിസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങി, ഇനി അയാൾ ഇടുകയാണെങ്കിൽ അപ്ഡേഷൻ എക്സാമുണ്ട്. അപ്പോൾ ശമ്പളം എന്ന് വെച്ചാൽ വല്ലാത്ത പെശക്ക് ശമ്പളമാണ് ശരിക്കും. പക്ഷേ അത് വീണ്ടും അയാൾ അതിൻ്റെ അകത്ത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷ എഴുതണം. അത് 20 സീറ്റാ മറ്റേ ഉള്ളു ലോകത്തെമ്പാടുമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 10,000-2,000 പേരുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ, ഇന്ത്യയിൽ സെൻറ്ററില്ല. ഇന്ത്യയിൽ സെൻറ്റർ വെച്ചാൽ ഓൺലൈനിൽ മദ്രാസിലാണ് ഔട്ട്ലെറ്റ് ഉള്ളത്, ഓൺലൈനിൻ്റെ തന്നെ. അപ്പോൾ അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോകും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോകും. അത് പിന്നെ തീർന്നില്ലേ പരിപാടി. പക്ഷേ ഈ മനുഷ്യൻ ആ സാക്ഷി കഴിഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ സാക്ഷ്യം എങ്ങനെ അറിയാമോ? സിസ്റ്റം ഓഫായപ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന്. സിമ്പിൾ. ടാപ്പിംഗ് ടൈമിൽ വന്നേണ്ട. അപ്പം ഞാൻ ടാപ്പിംഗ് ടൈം വന്നപ്പോൾ ഈശോ എനിക്ക് എക്സാമ്പിൾ തന്ന കണ്ട. അത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് എക്സാമ്പിൾ തന്ന കണ്ട. സിസ്റ്റം ഓഫായിപ്പോയി. സിസ്റ്റം ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിരിക്കണം, അതവിടെ മാനുവലില്ല. നിങ്ങളുടെ സിസ്റ്റം ഓഫായാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ഓൺ ചെയ്യണം. ഓൺ ചെയ്യപ്പെടണം. അപ്പോൾ അഭിഷേകം അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിടിയോ? ദൈവം സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇരട്ട പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഈ സയാമിക് ഇരട്ടകളെപ്പോലെ ഒരുമിച്ച് വരികയല്ല, വരുന്നതാണ് വരണത്. ഞാൻ ഈ ഇരട്ടകളെ കാണുമ്പോൾ ചിരിച്ചോണ്ട് ചോദിക്കും, ആരാണ് മൂത്തത്? അപ്പോൾ പറയും, ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. അപ്പോൾ വെച്ചാൽ ഇരട്ടയാണെങ്കിലും അതിന് ടൈമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന, 30 മിനിറ്റ്സ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അഭിഷേകമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥന കുറേ നാൾ ചൊല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നമുക്ക് ആൻസറിങ് ഉണ്ടാകണം. അതാണ് എൻ്റെ വിഷയം. നമുക്ക് ശക്തി ലഭിക്കണം, നമുക്ക് ആശ്വാസം പ്രാപിക്കണം. അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടാകുന്ന നോക്കണം. ചിലർക്ക് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ തന്നെ ശക്തി കിട്ടിക്കണം. ചിലർക്ക് നന്മ നിറഞ്ഞു പറയും ചെല്ലുമ്പോൾ ശക്തി കിട്ടും. എനിക്ക് ജപമാല മൊത്തം ചൊല്ലിയാലേ ശക്തി കിട്ടത്തുള്ളൂ. എനിക്ക് ജപമാല, കാര്യം ഞാൻ ഓട്ടോമാറ്റിക്കായി ജപമാല തുടങ്ങും ഉടനെ. നമ്മൾ ജപമാലയ്ക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജപമാല നിങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് ജപമാല ഉണ്ട്. അതായത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ ജപമാലയല്ല, നമ്മൾ യാത്രാ ജപമാലയില്ലേ, ആ യാത്രാ ജപമാലയൊക്കെ സിമ്പിളാക്കി കളയണം. ഞാൻ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ജപമാല എന്താ അഗ്നി ഇൻ ദ ഗാർഡൻ, സിമ്പിളായി. അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂങ്കാവനത്തിൽ ധ്യാനം എന്നാ സംഭവം, ആ ഹെഡിങ്ങേ പറയത്തുള്ളൂ. യാത്രാ ജപമാലയിൽ ഹെഡിങ്ങേ ഉള്ളൂ. പിന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ ചൊല്ലിപ്പോരും. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അത് വിശുദ്ധീകരിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്, അവിടെ യാത്രാ ജപമാലയല്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമാകണം. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കും നല്ലത്. നിങ്ങൾക്കതാ കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ചിലർക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചില ആൾക്കാർ ഇരുന്ന് ചെല്ലണ ആൾക്കാർ. കാര്യം പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരും. കാര്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിനു വേണ്ടി മാത്രം തന്നതാണ്. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം തന്നതാണ് ആ സംഭവം. അപ്പം അതുകൊണ്ട് അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഈ നമ്മളുടെ ഉടമ്പടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്?
അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 കിട്ടിയ ആദ്യ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിന്നീട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴേ ഒരു അഭിഷേക പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കണം, നല്ലതാണ്. ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിക്കുക. ചിലർക്ക് സുഹൃത്ത് ജപങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സുഹൃത്ത് ജപങ്ങൾ, കുഞ്ഞു ജപങ്ങളില്ലേ, അതിനാണ് സുഹൃത്ത് ജപങ്ങളെന്ന് പറയുന്നത്. അപ്പോഴേ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണത് ടാപ്പിംഗ് ടൈമിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശങ്കകൾ, ഉത്കണ്ഠകൾ, പരവേശങ്ങൾ, സംഭ്രമങ്ങളുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളൊന്ന് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ ആശങ്ക സമയങ്ങളിലും ഉത്കണ്ഠ സമയങ്ങളിലും അറിയാതെ അഭിഷേകമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് നൽകുകയും അത് ആവശ്യ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ അധരങ്ങളിലേക്ക് വരുന്ന വിധം എന്നെ അങ്ങ് ശക്തീകരിക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.